നമസ്കാരം. ബി ജെ പിയുടെയും ആർ എസ് എസ് എന്ന സംഘടനയുടെയും അനുഭാവിയായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ എങ്കിൽ പക്ക ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനാണ് രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, അതായത് കേരളത്തിന്റെ പുതിയ ഗവർണർ. തനി രാവണൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആരിഫ് മുഹമ്മദ് ഖാന്റെ വിശ്വസ്തരെ സ്ഥലം മാറ്റിയിട്ട് പിണറായി സർക്കാരിന്റെ വിശ്വസ്തരെ രാജ്ഭവനിൽ തിരികെ കയറ്റാൻ നോക്കിയത് പിണറായി സർക്കാരിന് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ടത് കലിതുള്ളി നിൽക്കുന്ന പുതിയ ഗവർണറെയാണ്. അതോടെ ചടുല വേഗത്തിൽ ശരവേഗത്തിൽ ഡി ജി പിയുടെ ചുമതലയുള്ള മനോജ് എബ്രഹാം നേരെ ഓടിച്ചെന്ന് രാജ്ഭവനിലെത്തി പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി അടക്കം ആർലേക്കർ നിർത്തിപ്പൊരിക്കേണ്ട ഒരു അവസ്ഥ വരുമായിരുന്നു. അത് മനോജ് എബ്രഹാം ഇടപെട്ട് അതിലൊരു വഴി ഉണ്ടാക്കിയില്ല എന്നേ ഉള്ളൂ. കേരളത്തിന്റെ പുതിയ ഗവർണർ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ആകാംക്ഷയോടെ രാഷ്ട്രീയ നിരീക്ഷകരടക്കം ജനങ്ങളടക്കം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വന്നു കയറിയ ദിവസം തന്നെ ഒരു നീക്കം ഗവർണർ അങ്ങ് പൊളിച്ച് കൈകൊടുത്തതാണ്. ഇപ്പോൾ ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസുമാരായ ജസ്റ്റിസ് വി ഷെർസിയെയും ജസ്റ്റിസ് അശോക് മേനോനെയും ഉപലോകായുക്ത ആക്കാനുള്ള ശുപാർശ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അംഗീകരിച്ചു. അത് സർക്കാരിന് കൈമാറിയിരിക്കുകയാണ്. അംഗീകരിച്ചതിന്റെ ഉത്തരവ് ആർലേക്കർ സർക്കാരിന് കൈമാറി. മുഖ്യമന്ത്രിയും സ്പീക്കറും പ്രതിപക്ഷ നേതാവും അടങ്ങിയ സമിതിയുടെ ശുപാർശയാണ് ഗവർണർ ഇന്നലെ രാത്രി അംഗീകരിച്ചത്. അതായത് അർദ്ധരാത്രിയാണ് രാജ്ഭവനിൽ ഒരു മാസ് നീക്കം നടന്നത്. കേന്ദ്രത്തിന്റെ ഡെപ്റ്റ് റിക്കവറി അപ്പലേറ്റ് ട്രിബ്യൂണൽ അധ്യക്ഷനായ അശോക് മേനോൻ അദ്ദേഹത്തിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചാലേ ഉപലോകായുക്തയായി ചുമതലയേൽക്കാൻ കഴിയുകയുള്ളൂ. 1988 ജുഡീഷ്യൽ സർവീസിൽ പ്രവേശിച്ച വി ഷെർസി 2016 ഒക്ടോബർ 5 ഹൈക്കോടതി ജഡ്ജിയായത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി, മഞ്ചേരി, തലശ്ശേരി എന്നിവിടങ്ങളിൽ ജില്ലാ ജഡ്ജിയായിരുന്നു. പെരുമാട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റിട്ടയർ ടി ഗോപാലിനെ PSC അംഗമായി നിയമിക്കാനുള്ള ശുപാർശയും ഗവർണർ അംഗീകരിച്ചിട്ടുണ്ട്. ജനതാൾ എസിന്റെ പ്രതിനിധിയാണ് ചിറ്റൂർ സ്വദേശി ഋഷി ടി ഗോപാൽ. ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ബീഹാർ ഗവർണറായിരുന്നു. നേരത്തെ ഹിമാചൽ പ്രദേശിൽ ഗവർണറായും ഗോവയിൽ വന പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു. ദീർഘകാലം RSS ചുമതലകളിൽ വഹിച്ച ശേഷമാണ് 1989 രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ BJPയിൽ അംഗത്വമെടുത്തത്. ഗോവയിൽ സ്പീക്കറായും മന്ത്രി എന്ന നിലകളിലും പ്രവർത്തിച്ചിരുന്നു ആർലേക്കർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സ്പീക്കറായിരുന്ന വേളയിലാണ് രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായി ഗോവ എന്ന സംസ്ഥാനം മാറിയത്. മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കഴിഞ്ഞ ദിവസമാണ് കേരളത്തോട് വിട പറഞ്ഞ് നേരെ ബീഹാറിൽ ഗവർണറായിട്ട് പോയത്. അതുകൊണ്ട് തന്നെ ആർലേക്കറിന്റെ ഓരോ നീക്കങ്ങളും അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് പിണറായി സർക്കാർ കാണുന്നത്.